സിനഡാനന്തര സർക്കുലർ പുറപ്പെടുവിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. സർക്കുലറിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. സീറോ മലബാർ സഭയുടെ 33ാമത് സിനഡിന്റെ രണ്ടാം സമ്മേളനം 2025 ഓഗസ്റ്റ് 18 മുതൽ 29 വരെ സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസിൽ നടക്കുകയുണ്ടായി. സീറോ മലബാർ സഭയെ ഏറെ സ്നേഹിക്കുകയും സഭയുടെ ഉയർച്ചയ്ക്കായി പുതിയ സാധ്യതകൾ തുറന്നു നൽകുകയും ചെയ്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയോഗവും പൗരസ്ത്യ സഭയുടെ ദൗത്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ലയോ 14 പാപ്പയുടെ സ്ഥാനാരോഹണവും ആദരവോടെ അനുസ്മരിച്ചുകൊണ്ടാണ് സിനഡ് സമ്മേളനം ആരംഭിച്ചത്. പ്രതിസന്ധികളും വെല്ലുവിളികളും ഏറെയാണെങ്കിലും നമ്മുടെ കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യ നിർവഹണത്തിനായി അക്ഷീണം പരിശ്രമിക്കാൻ സഭ കടപ്പെട്ടിരിക്കുന്നുവെന്ന തിരിച്ചറിവോടെയാണ് പിതാക്കന്മാർ പ്രാർത്ഥനയിലും പരിചിന്തനത്തിലും മുഴുകിയത്. മതസ്വാതന്ത്ര്യം ഭാരത സംസ്കാരത്തിന്റെ അനിവാര്യ ഘടകം. നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സ്വാതന്ത്ര്യം അനുവദിച്ച സംസ്കാരമാണ് ഭാരതത്തിന്റേത്. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭംഗം വരുത്താത്ത രീതിയിൽ ഓരോ വ്യക്തിയും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും അത് ജീവിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഭാരതത്തിന്റെ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. നൂറ്റാണ്ടുകളായി മിഷണറി പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരുടെ ഉന്നമനത്തിനും ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹിക മേഖലയിൽ ക്രൈസ്തവർ നൽകിയ സംഭാവനകൾ പാടെ തിരസ്കരിച്ച് അതിനെ കേവലം മതവിഷയം മാത്രമാക്കി ചുരുക്കുന്ന വർഗീയ അജണ്ടകൾ തികച്ചും ദൗർഭാഗ്യകരമാണ്. ഐക്യം നിലനിൽക്കുന്ന നമ്മുടെ കർത്തവ്യങ്ങൾ മിശിഹായിൽ നാമെല്ലാം ഒന്നാണ് എന്നതാണല്ലോ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയുടെ ആപ്തവാക്യം. ഒരേ സഭയിൽ നാമെല്ലാം ഒന്നായിരിക്കുന്നതാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപതകൾ സ്ഥാപിക്കാനും അജപാലന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും സാധിച്ചപ്പോഴും പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന വ്യത്യസ്തതകൾ നമ്മുടെ ഐക്യത്തെ ദോഷകരമായി ബാധിച്ചിരുന്നു. ഇതിന് പരിഹാരമായിട്ടായിരുന്നു സിനഡ് തീരുമാനിച്ചതും ശ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതുമായ ഏകീകൃത കുർബാനയർപ്പണ രീതി നടപ്പിലാക്കാൻ സഭ ആഗ്രഹിച്ചത്. അതിൽ പ്രകാരം ഏകീകൃത കുർബാനയർപ്പണ രീതി പൂർണ്ണമായി നടപ്പിലാക്കിയ രൂപതകളെയും ഇടവകകളെയും സഭ നന്ദിയോടെ അനുസ്മരിക്കുന്നു. പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത പരിശുദ്ധ കുർബാനയർപ്പണ രീതി സീറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരേണ്ടതാണ്. പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിൽ വളരാം. ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും മകുടവുമാണ് പരിശുദ്ധ കുർബാന. നമ്മുടെ കർത്താവ് പാപികളും അയോഗ്യരുമായ നമ്മിലേക്ക് കടന്നുവരുന്ന അമൂല്യ നിമിഷങ്ങളാണ് പരിശുദ്ധ കുർബാനയിൽ നാം അനുഭവിക്കുന്നത്. അത്യാദരവോടും ഭക്തിയോടും കൂടെ വേണം പരിശുദ്ധ കുർബാനയെ സമീപിക്കാൻ. നമ്മുടെ സഭയിൽ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായത് നമ്മെ ഏറെ വേദനിപ്പിക്കുകയും അനേകർക്ക് ഉതപ്പിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് മാനുഷികമായ പരിഹാരങ്ങൾ അപര്യാപ്തമാണെങ്കിലും പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ വളരാനും പരിശുദ്ധ കുർബാനയ്ക്ക് നേരെയുണ്ടായ അവഹേളനത്തിന് പരിഹാരം ചെയ്യാനുമായി 2025 സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച സീറോ മലബാർ സഭ മുഴുവനിലും 1 മണിക്കൂർ വിശുദ്ധ കുർബാനയുടെ ആരാധന നടത്താൻ മാർ റാഫേൽ തട്ടിൽ പിതാവ് എല്ലാവരെയും ആഹ്വാനം ചെയ്തു. സഭയുടെ സിനഡാത്മകത സഭാജീവിതത്തെ പുതിയ കാലത്തിനനുസരിച്ച് നിർവചിച്ച സുപ്രധാനമായൊരു കൽപ്പനയായിരുന്നു 2023-24 വർഷങ്ങളിൽ റോമിൽ നടന്ന സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡ് സമ്മേളനങ്ങൾ. സഭയിൽ നാമെല്ലാം സഹയാത്രികരാണെന്നുള്ള തിരിച്ചറിവോടെ ക്രിയാത്മകമായ ശ്രവണത്തിന്റെയും ആശയവിനിമയത്തിന്റെയും വേദികളായി സഭാഘടകങ്ങളെ മാറ്റാനുള്ള മാർഗത്തെക്കുറിച്ച് സിനഡ് പഠിപ്പിക്കുകയും വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്തി സാധിക്കുന്നവരെയെല്ലാം ശ്രവിച്ച് അനുയോജ്യമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ രൂപതകളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സമുദായ ശാക്തീകരണ വർഷം 2026. ഒരു സമുദായം എന്ന നിലയിൽ സാമൂഹിക ഇടങ്ങളിൽ നാം മുന്നേറിയിരുന്ന പല മേഖലകളിലും ഇപ്പോൾ പിന്നോക്കം പോയിരിക്കുന്നുവെന്ന തിരിച്ചറിവായിരുന്നു പാലായിൽ നടത്തപ്പെട്ട മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി പ്രകടിപ്പിച്ചത്. എണ്ണത്തിൽ നാം കുറഞ്ഞതും യുവതലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് പറിച്ചു നടപ്പെട്ടതും നമ്മുടെ അതിജീവനത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഇവയ്ക്ക് പരിഹാരം കാണുന്നതിനും നമ്മുടെ ഇടയിൽ ശക്തമായ സമുദായബോധം ഉളവാക്കുന്നതിനുമായി സീറോ മലബാർ സഭ 2026 സമുദായ ശാക്തീകരണ വർഷമായി ആചരിക്കുകയാണ്. പുതിയ മെത്രാപ്പോലിത്തൻ പ്രവിശ്യകൾ. സീറോ മലബാർ സഭയുടെ വളർച്ചയിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് കേരളത്തിന് പുറത്ത് 4 പുതിയ മെത്രാപ്പോലിത്തൻ പ്രവിശ്യകൾ രൂപീകരിക്കാനും ശംഷാബാദ് രൂപതയുടെ വിസ്തൃതമായ പ്രദേശത്തെ അജപാലന സൗകര്യം പരിഗണിച്ചുകൊണ്ട് മറ്റു രൂപതകളുമായി കൂട്ടിച്ചേർത്ത് അവയുടെ അതിർത്തികളെ പുനർനിർണയിക്കാനും പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദത്തോടെ സീറോ മലബാർ സഭയ്ക്ക് സാധിച്ചു. സഭയ്ക്ക് പ്രത്യാശയായി പുതിയ മെത്രാന്മാർ. കഴിഞ്ഞ 8 വർഷങ്ങളായി സീറോ മലബാർ സഭയുടെ കൂരിയ മെത്രാനായി സുത്യർഹമായ സേവനം ചെയ്തിരുന്ന അഭിമന്യമാർ
സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവ് കല്യാൺ രൂപതയുടെ മൂന്നാമത്തെ മേലധ്യക്ഷനായും പ്രഥമ മെത്രാപ്പോലിത്തായും നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. ബെൽത്തങ്ങാടി രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട ജെയിംസ് പട്ടേൽ അച്ഛനും പ്രാർത്ഥനാശംസകൾ നേരുന്നു. അദിലാബാദ് രൂപതയുടെ പുതിയ അധ്യക്ഷനായി നിയമിതനായ ബഹുമാനപ്പെട്ട ജോസഫ് തച്ചാപറമ്പത്ത് അച്ഛനും ഹൃദയംഗമമായ ആശംസകൾ നേർന്നു. സീറോ മലബാർ സഭ ഒരു തികഞ്ഞ പൗരസ്ത്യ സഭയാണെന്നും പുരാതനമായ അതിന്റെ പൈതൃകങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് സാർവത്രിക സഭയിൽ അതിന്റെ ദൗത്യം നിറവേറ്റേണ്ടതെന്നുമുള്ള ബോധ്യത്തിൽ നാം വളരേണ്ടതുണ്ടെന്നും മേജർ ആർച്ച് ബിഷപ്പ് സർക്കുലറിൽ പറഞ്ഞു. ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷ സന്ദേശം അറിയിക്കാൻ വിളിക്കപ്പെട്ട നമുക്ക് വിശ്രമമില്ലാതെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ദൈവവചനത്തിലും കൂദാശയിലും നിന്ന് ശക്തി ലഭിച്ചുകൊണ്ട് കൂട്ടായ്മയിൽ വളർന്ന സഭയുടെ ദൗത്യത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സർക്കുലർ ഉപസംഹരിച്ചു. ഷിക്കനാനൂസ്, കൊച്ചി.